നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡൽഹിയിൽ നിന്നും വി കെ ചെറിയൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് യോഗനാഥം SNDP-യുടെ ഒഫീഷ്യൽ ചാനലായ യോഗനാഥത്തിൽ വന്ന എഡിറ്റോറിയൽ, വെള്ളാപ്പള്ളി നടേശൻ സൈൻ ആയിട്ട് ചെയ്ത ഒരു എഡിറ്റോറിയൽ ഉണ്ട്. തൊട്ടുകൂടായ്മയുടെ വികൃത മുഖം വീണ്ടും എന്നുള്ള എഡിറ്റോറിയലാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരു കാരണം, അദ്ദേഹം തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കാറ് അദ്ദേഹം സഞ്ചരിച്ചു എന്നതിനെ കേരളത്തിൽ പൊതുവെ അത് വിമർശിക്കപ്പെട്ടു. കാരണം വെള്ളാപ്പള്ളിയെ പോലെ വളരെ ക്രാസ് കമ്മ്യൂണൽ അതിഥികൾ എടുക്കുന്ന ഒരാളുമായിട്ട് ഇടതുപക്ഷ മുഖ്യമന്ത്രി പോകണമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് കൂടെ തന്നെ അദ്ദേഹം വീണ്ടും മുസ്ലിം ലീഗിനെ കുറിച്ചും മാറാട് കലാപത്തെക്കുറിച്ച് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാർ, എന്താണ് വെള്ളാപ്പള്ളി പിന്നെയും അദ്ദേഹത്തിന്റെ ഈ ഒരു കലുഷിതമായ കമ്മ്യൂണൽ മനസ്സുമായി പിന്നെയും തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ, അതോ വീണ്ടും വിഷം ചീറ്റാൻ ശ്രമിക്കുകയാണോ? എന്താണ് ഇതിനകത്ത് നടക്കുന്നത്? താങ്കൾ കേരളത്തിലാണെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ കാര്യപരിപാടി രാഷ്ട്രീയ അജണ്ട എന്താണെന്ന് ചെറിയച്ഛന് ഒരു സംശയവും ഉണ്ടാവില്ല. കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികൾക്കും ഒരു സംശയവുമില്ല. അദ്ദേഹം എവിടെ തുടങ്ങിയോ അദ്ദേഹത്തിന്റെ BJP യുമായുള്ള ബന്ധം, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ കാവി ജാഥയുണ്ട് കേരളത്തിലെ. തെക്ക് വടക്ക്, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ വടക്ക് തെക്ക്, കാവി കൊടി പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആ RSS പ്രചരണ ജാഥയുടെ അതേ നിലപാടിലേക്കാണ് 2025 ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അദ്ദേഹം കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്നൊക്കെ യോഗനാഥം ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ മനസ്സിലാക്കാൻ കൂടി, കാരണം ഇത് അദ്ദേഹം നേരിട്ട് എഴുതി കയ്യൊപ്പിട്ട എഡിറ്റോറിയലാണ്, അല്ലെ? കയ്യൊപ്പിട്ട യോഗനാഥം. അത് മാസത്തിൽ 2 തവണ വരുന്ന ദ്വൈവാരികയാണ്. അവരുടെ മുഖവാരിക എന്ന് വേണമെങ്കിൽ പറയാം. SNDP-യുടെ ഔദ്യോഗിക പത്രമാണ്. ആ പത്രത്തിൽ ഏറ്റവും ഒടുവിലത്തെ ലക്കത്തിൽ വന്ന ഈ പത്രാധിപക്കുറിപ്പ്, ഒപ്പിട്ട പത്രാധിപക്കുറിപ്പ് കേരളത്തിന്റെ മതനിരപേക്ഷ മനസാക്ഷിയോടും ജനാധിപത്യ സംവിധാനത്തിനോടുമുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ഇതിന്റെ സന്ദർഭം ചെറിയാൻ മറക്കരുത്. AK ബാലന്റെ വളരെ 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 പ്രത്യക്ഷമായി വർഗീയത പറയുന്ന പാലക്കാട് പത്രസമ്മേളനത്തിലും മാറാട് ഓർമ്മപ്പെടുത്തലിനും എല്ലാം അതിന് തൊട്ടു പിന്നിൽ വരുന്ന വെള്ളാപ്പള്ളിയുടെ ഓൺ റെക്കോർഡ് അച്ചടിച്ച, വളരെ കോൾഡ് തണുത്ത അച്ചടിച്ച ഭാഷയിൽ ഇത് CPM-ലെ സഖാക്കളും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം വായിക്കണം. അവരുടെ നേതാക്കൾ വായിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അദ്ദേഹം മാറാട് ബാലനിൽ നിന്ന് ബാറ്റൺ കൈമാറി ഏറ്റെടുക്കുന്നു. പിണറായി സർക്കാരിന്റെ ഗുണം മാറാട് പോലെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന്, അല്ലെ? മാറാടിനെ മറക്കാൻ സമ്മതിക്കുകയില്ല വെള്ളാപ്പള്ളി എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. മാറാട് പറഞ്ഞത് തെറ്റാണെന്ന് പാർട്ടിയുടെ അനുഭാവികളും ഒരു വിഭാഗം നേതാക്കളും വിശ്വസിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി ബാറ്റൺ ഏറ്റെടുക്കുകയാണ്. മാറാട് മറക്കല്ലേ എന്ന് ഈഴവരോടും അദ്ദേഹത്തിന്റെ അനുചാര വൃന്ദത്തോടും പറയുകയാണ്. 2, അതും താങ്കൾ വായിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഞാൻ അതിന്റെ ഫോട്ടോ കോപ്പി അയച്ചു തന്നതാണ്. രണ്ടാമത് വരുമ്പോൾ എന്താണ് മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ പങ്ക്? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയവയെ എല്ലാവരും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും ഇപ്പോൾ വിമർശിക്കുന്ന ഒരവസ്ഥയാണ്. SDPI-യെ തീവ്രവാദി കൈവെട്ടി സംഘടനയെന്നും ജമാഅത്തെയും മൗദൂദി മതരാഷ്ട്രവാദി എന്നും പറഞ്ഞ് ആർക്കും ആക്ഷേപിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സഹചാരി. എന്നാൽ മുസ്ലിം ലീഗിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക, മുസ്ലിം ലീഗിന് തീവ്രവാദ ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ഭീകരവാദ ബന്ധമുണ്ടെന്നോ ഇതുവരെ കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞിട്ടില്ല.
ആ പഴയ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപുള്ള മുസ്ലിം ലീഗ് അല്ല എന്ന് അതിന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റും അവരുമായി സഹകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയമാണെന്ന് പോലും ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് ശരിയാൻ അറിയാമല്ലോ. ഇപ്പോഴും അവരുടെ താത്വികമായ നിലപാട് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നല്ല. അത് ശ്രീ സഖാവ് പിണറായിയോടോ അല്ലെങ്കിൽ ബേബിയോടോ ഗോവിന്ദൻ മാഷോടോ ചോദിച്ചാൽ നേരിട്ട് ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. എന്നിട്ട് പിണറായിയെയും ഗോവിന്ദൻ മാഷേക്കാളും CPM-ന്റെ പിന്തുണക്കാരനായി പ്രത്യക്ഷപ്പെടുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ലീഗിന്റെ ഇന്നത്തെ പങ്കിനെ കുറിച്ച് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് UDF-നെ മുന്നോട്ട് വെച്ച് ലീഗ് കേരളത്തിൽ അധികാരത്തിലേറി മതരാഷ്ട്രവാദം നടപ്പിലാക്കാൻ കൊതിച്ചിരിക്കുകയാണ് എന്നാണ് ദിവാസ്വപ്നം കൊള്ളുന്നത് എന്ന് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞ തണുത്ത അച്ചടിയിൽ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദത്തിൽ സ്ഥാപിക്കാനായി UDF-നെ മുന്നിൽ വെച്ച് കളിക്കുകയാണെന്നുള്ള ഇത് എഴുതാൻ, ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് എഴുതാൻ RSSന്റെ ഓർഗനൈസറിൽ കേസരിയിൽ പോലും ഒരുപക്ഷെ എനിക്ക് കാണാൻ കഴിയില്ല. ചെറിയ ഇതെല്ലാം വായിക്കുന്നയാളാണ്. ഈ വയസ്സുകാലത്തും രാഷ്ട്രീയ താല്പര്യം കൊണ്ട് യോഗനാഥവും കേസരിയും ചിന്തയും ഒക്കെ വായിക്കുന്നയാളാണ്. അതിന്റെ ഒരു രാഷ്ട്രീയ താല്പര്യം കൊണ്ട് പറയാം. സാർ പറഞ്ഞു വരുന്നത് RSSനേക്കാളും വളരെ ശക്തമായി കമ്മ്യൂണൽ വിഷം അല്ലെങ്കിൽ കമ്മ്യൂണൽ. തീർച്ചയായും ഞാൻ പറയുന്നതല്ല, വെള്ളാപ്പള്ളി പറയുന്നത്. എന്തിനാ ഞാൻ പറയുന്നത്? ഞാൻ താങ്കളുടെ മുമ്പിൽ ആ അച്ചടിച്ച ലേഖനം പത്താം തന്നിരിക്കില്ലേ, അതൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും നമ്മുടെ പ്രേക്ഷകർക്ക്. എന്നാൽ അത് മനസ്സിലാക്കി തരാം. ഞാൻ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഈ SNDP ഇവർ പറയുന്നുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഞങ്ങൾക്ക് ബഹുമാനം SNDP-യെ ആണ് എന്നല്ലേ പറയുന്നത്. ഇപ്പോഴത്തെ ഇതിനെ ന്യായീകരിക്കാൻ ആ SNDP-യുടെ മുഖപത്രത്തിലാണ് അതിന്റെ അധ്യക്ഷൻ ഇതെഴുതുന്നത്. ഇത് മുസ്ലിം ലീഗ് മറുപടി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര അപഹാസ്യമാണ്. കേരളത്തിൽ മാത്രമായിട്ടൊരു മതരാഷ്ട്രവാദം സ്ഥാപിക്കാൻ കേരളത്തിലെ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മലയാളിയുടെ മനസാക്ഷിയുടെ, അറിവിന്റെ, മതനിരപേക്ഷ ബോധത്തിന്റെ, മാനവീയതയുടെ മുന്നിലുള്ള കൊഞ്ഞൽ കൂത്തലാണ്. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കിയെല്ലാം വാചകമിടിയാണ്, മാധ്യമങ്ങൾക്ക് എളുപ്പമുള്ള വാർത്താ വിവരണമാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് പോലെയും അതുപോലെ ഈ പറയുന്ന പൈങ്കിളി ഫീച്ചറുകളും വല്ലവരും ഛർദ്ദിക്കുന്ന വാർത്തകളും വിട്ട് ഈ തെരഞ്ഞെടുപ്പും കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതല്ല. കേരളത്തിലെ RSSന്റെ ബഹുമുഖമായ ആക്രമണത്തിന്റെ ഒരിക്കലും അതിന്റെ ഭാഗമായ ഒരു പങ്കാണ് ശ്രീ വെള്ളാപ്പള്ളിയും SNDP യോഗത്തിന്റെ നേതൃത്വവും വഹിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അതനുസരിച്ചായിരിക്കണം നമ്മളുടെ നമ്മളുടെ രാഷ്ട്രീയമായിട്ടുള്ള നമ്മളുടെ തെരഞ്ഞെടുപ്പിന്റെ നിർണയിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ എഴുതിയതിന് അദ്ദേഹത്തെ നിയമ നടപടിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഇനി കേൾക്കാത്ത തെറിയില്ല. മുസ്ലിം ആയി എന്നുള്ളത് കൊണ്ട് മതവിശ്വാസത്തിന്റെ അതുപോലും സംശയത്തിന്റെ മുൻനിലയിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഒന്നും തിരിച്ചു പറയാതിരിക്കുന്നതിന്റെ കാരണം എന്താ? അവർ തീവ്രവാദിയാണെന്ന് ഉടനെയുള്ള ആ സ്റ്റീരിയോ ടൈപ്പ് ബലപ്പെടുത്താൻ ഉപയോഗിക്കും, അല്ലെ? ജമാഅത്തെ ഇസ്ലാമിയുടെ ദാവൂദിനെ പോലെ ദിവസവും ഇതിന്റെ ഈ കളവ് പൊളിച്ചു കൊടുക്കാൻ ലീഗിന്റെ ചന്ദ്രികയോ കുഞ്ഞാലിക്കുട്ടിയോ ഇറങ്ങില്ല. അതും കേരളത്തിൽ അറിയാം. കാരണം അവർ ലീഗ് ശ്രമിക്കുന്നത് എന്താണ്? കേരള കോൺഗ്രസ് മാണിയെ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ലീഗാണ്. ഈ മതരാഷ്ട്രവാദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ക്രിസ്ത്യാനികളുടെ പാർട്ടിയായ സീറോ മലബാർ സഭയുടെ പാർട്ടിയായ മാണിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യം ഉണ്ടാക്കാനുള്ള കാസയുടെയും RSSന്റെയും ശ്രമം വിജയം കാണും. ഇത്തരത്തിലുള്ള ഒരു മിതവാദിയായ പാർലമെന്ററി ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവുമായി ഒരുമിച്ച് ഭരിച്ചിട്ടുള്ള കേരളത്തിലെ മുസ്ലിം ലീഗിനെ മതരാഷ്ട്രവാദം അന്ന് ആരോപിക്കണമെങ്കിൽ എന്തൊരു തരം ധാർഷ്ട്യമോ എന്തോ അവരവനെ ഈ ട്രംപിയൻ ഞാൻ പറഞ്ഞാൽ ട്രംപിന്റെ മനോനിലയെ കുറിച്ച് നമ്മൾ പറയില്ലേ ആഗോള രാഷ്ട്രീയം സാർ, അതിന് മോശമായിട്ടുണ്ട്. ഇത് അങ്ങനെ കാണണോ സാർ? ഇത് അറിവില്ലായ്മയും രാഷ്ട്രീയ പരിജ്ഞാനമില്ലായ്മയും മാത്രമല്ലേ ഇതൊക്കെ?
അല്ലല്ലല്ല, അദ്ദേഹം പഠിച്ച കള്ളനാണ്. നിങ്ങൾ ഈ ട്രംപിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്, ഭ്രാന്തനാണ്, മണ്ടനാണ്. അതൊന്നുമല്ല ഇതൊക്കെ. കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിൽ രണ്ട് വഞ്ചിയിൽ കാലു വെച്ചുകൊണ്ട് കേരളത്തിൽ RSSന്റെ സാംസ്കാരിക രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്ന ബുദ്ധിമാനായ ഒരു സമുദായ നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി. അല്ലാതെ മണ്ടനാണ്, അറിവില്ലായ്മ, ഇതൊക്കെ എവിടെയാണ് പറയുന്നത്? അദ്ദേഹത്തിന് 85 വയസ്സായി. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ കാണാത്ത ആളൊന്നുമല്ലല്ലോ. ട്രംപ് ആണെങ്കിൽ ദൂരെയാണെന്ന് പറയാം. ഇനി മനോരോഗ വിദഗ്ധർ ഒന്നും പറയാമെന്ന് ഞാൻ പറയില്ല. അദ്ദേഹം നല്ല ബുദ്ധിയും നല്ല സ്വന്തം കാര്യം നേടാനുള്ള കഴിവും BJPയിൽ നിന്ന് അച്ചാരം മേടിച്ച് ഉള്ള ഒരു സമുദായ നേതാവും. അത് പറയാനുള്ള ധൈര്യമാണ് വേണ്ടത്. അല്ലാതെ അദ്ദേഹം മണ്ടനാണ്. അല്ലല്ല, അതാണല്ല സർ. ഞാനിത് സാറ് പറഞ്ഞതിൽ പിന്നെ ഞാൻ SNDP വളരെ ശ്രീനാരായണ ഗുരുവിനെ സംസ്കൃതം പഠിപ്പിച്ച കുടുംബമായിട്ടുള്ള ബന്ധമുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു എന്താണിത്. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ എത്രയോ കേസുകളുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഉള്ള അധികാരത്തിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നാലേ അദ്ദേഹത്തിന് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നാണ് അദ്ദേഹം ഈ SNDP നല്ല ബന്ധമുള്ള എന്റെ സുഹൃത്ത് പറയുന്നത്. അത് എത്ര ശരിയാണ് സാർ. എത്രയോ അദ്ദേഹം പറഞ്ഞ 20 പരം കേസുകൾ പല വെള്ളാപ്പള്ളിക്കെതിരെയുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ്. അതായത് ക്രിസ്ത്യൻ സഭകളുടെ UDPD പോലുള്ള ഒരു അദ്ദേഹത്തിന്റെ തീർച്ചയായും അതിന്റെ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഈ 2 വഞ്ചിയിൽ കാലി വെക്കുന്നത് എന്തിനാണ്? ഒരു വഞ്ചിയിൽ കാലി വെച്ചാലും അദ്ദേഹത്തിന്റെ മകന്റെ BDJS ഉണ്ട്, അദ്ദേഹത്തിന് അമിത്ഷായുടെയും മോഡിയുടെയും പിന്തുണയുണ്ട്. എന്നിട്ടും പിണറായി വിജയന്റെ വഞ്ചിയിലും കാലി വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ കേരള തലത്തിലുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇതൊരു അറിയാമല്ലോ കേസുകൾ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കിയത്, എന്റെ പത്രപ്രവർത്തന രാഷ്ട്രീയ ബോധം എന്നെ കാണിക്കുന്നത്, കേരളത്തിലെ ഈഴവ സമൂഹത്തിൽ അദ്ദേഹത്തിന് ബഹുഭൂരിപക്ഷത്തിന്റെയും എതിർപ്പാണുള്ളത്. ബൗദ്ധിക തലത്തിലും അതിന്റെ അടിസ്ഥാന അടിയിൽ നിന്ന് ബുദ്ധിജീവി സാനു മാസ്റ്റർ, എനിക്കറിയാവുന്ന എത്രയോ പേര്, ഏറ്റവും ഈഴവ സമുദായത്തിന്റെ ക്രീമേ ലാക്രമേ, ഡോക്ടർ സുകുമാരൻ, നിങ്ങൾ ആരെ വേണമെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഉയർന്ന തലത്തിലുള്ള ഡോക്ടർ പൽപ്പുവിന്റെയും അയ്യപ്പന്റെയും സഹോദരൻ അയ്യപ്പന്റെയും ഒക്കെ പിൻപറ്റിയുള്ള ഒരു ഈഴവ സമൂഹം കൂടിയാണ് കേരളത്തിൽ. ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുടർച്ചക്കാരായി ഡോക്ടർ പൽപ്പുവിനെയും സഹോദരൻ അയ്യപ്പനെയും കാണുന്ന ഒരു ഈഴവ സമൂഹമാണ് കേരളത്തിൽ. അല്ലാതെ നാരായണ ഗുരു കഴിഞ്ഞാൽ പിന്നെ നടേശ ഗുരു അല്ലെങ്കിൽ അതിനിടയിൽ ഒരു ശങ്കർ എന്ന് പറയുന്ന ആളുകൾ അല്ല കേരളത്തിലെ ഈഴവർ. ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തിനെതിരാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലൂടെ വലിയ ഒരു വൃന്ദത്തെ നിലനിർത്താൻ കഴിയും. അധ്യാപകർ, വിദ്യാർത്ഥികൾ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഈ SNDP എന്ന സ്ഥാപനത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുടെ ശക്തി എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് SNDP എന്ന് മനസ്സിലാവും. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ SNDP വെള്ളാപ്പള്ളി നടേശന്റെ ശക്തി മനസ്സിലാവും. അങ്ങനെ നിരവധി വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. നിരവധി CPM സഖാക്കൾ ജയിച്ചിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തെ എതിർത്തുകൊണ്ട്. VS അച്യുതാനന്ദന്റെ മുഖമുദ്ര തന്നെ ശ്രീ വെള്ളാപ്പള്ളിയെ തുറന്നെതിർക്കലായിരുന്നില്ലേ? VM സുധീരന്റെ എന്തായിരുന്നു VM സുധീരന്റെ ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ? ഇതൊന്നും ഈ മാധ്യമങ്ങളുടെ ഈ ഞാൻ പറയുന്നത് അവരുടെ കഴിവില്ലായ്മ മറയ്ക്കാനായി ഈ പ്രസ്താവനകളിലൂടെ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ടൊന്ന് പറഞ്ഞു, അടുത്ത് പറയും. ഇതാണ് പത്രപ്രവർത്തനം എന്നും വിചാരിച്ച് നടക്കുന്ന ഒരു കൂട്ടം കേരളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങളുടെ അതിന്റെ പകിട്ടും കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി എന്തെല്ലാമെല്ലാമാണ് കാണിക്കുന്നത്. അയാൾക്ക് ഭ്രാന്താണെന്ന് പറയാൻ താങ്കളെ പ്രേരിപ്പിച്ചത് മാനസിക അല്ലെങ്കിൽ ബുദ്ധി കുറവാണെന്ന് പറഞ്ഞത് അതാണ്. എന്തെല്ലാം ചേഷ്ടകൾ. എന്നിട്ട് ഇടയ്ക്ക് പറയുന്നു എനിക്ക് 90 വയസ്സായില്ലേ എന്ന്. എന്നത് വാർദ്ധക്യ സഹജമായ എന്തോ കാര്യമാണ്. അപ്പൊ താങ്കൾ പറയുന്ന ഒരു സൗജന്യവും കേരളത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വെള്ളാപ്പള്ളി നടേശന് കൊടുക്കാൻ കഴിയുകയില്ല. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ശത്രുവാണ്. അദ്ദേഹം ഹിന്ദുത്വ ഫാസിസത്തിന്റെ കേരളത്തിലെ പിണിയാളാണ്. അതന്നെ അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയുള്ള
ഒരു പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ ഉമ്മാക്കികളെ വിശ്വസിക്കാൻ പാടില്ല. കേരളത്തിലെ ജനങ്ങൾ, വോട്ടേഴ്സ് പ്രബുദ്ധരാണ്. രാഷ്ട്രീയം എന്താണ്, ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്നവരാണ്. അങ്ങനെ അല്ല, അത് ഒരു കാര്യം കൂടി ചെറിയ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ താങ്കൾക്ക്. ഇതിന് ഈ വെള്ളാപ്പള്ളിയുമായുള്ള അടുത്ത ബന്ധം ഇനി BDGS-നെ സ്വീകരിക്കണമെന്ന് CPM-ലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. അപേക്ഷിച്ചാൽ ചേർക്കാമെന്ന്. ഇതിന്റെ ബലം എന്താണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതെന്തുണ്ടാക്കും? അതിന്റെ മതനിരപേക്ഷ ജാതി വിരുദ്ധ സമീപനം വെള്ളം ചേർക്കുക മാത്രമല്ല, അതിന്റെ പിൻബലമായി നിന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്ന സവർണ, ജനിച്ചത് സവർണരായി എന്നാൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു കൂട്ടം കേരളത്തിലുണ്ട്. NGO-മാർ, ചെറിയ ചെറിയ കച്ചവടക്കാർ. അപ്പൊ നിങ്ങൾക്ക് നായർ സമൂഹത്തിൽപ്പെട്ട മതനിരപേക്ഷ ഹിന്ദുക്കളെ പോലും അകറ്റുന്ന ഒരു കാൽവയ്പായിരിക്കും ഈ ബാന്ധവം. അത് നടക്കുകയാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാന്ധവത്തെ കുറിച്ച് വേറെ ആരും തള്ളി പറയുന്നില്ല. പിണറായി തള്ളി പറയുന്നില്ലെന്നല്ല, അദ്ദേഹത്തെ വാരിപ്പുണരുന്നു. ഗോവിന്ദൻ മാഷ് എന്തെല്ലാമോ പറയുന്നു. ആ പറയുന്നതിന് അദ്ദേഹത്തിന് തന്നെ എന്താണ് പറയുന്നതിനെ കുറിച്ച് ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഇടതുപക്ഷത്തെ നിൽക്കുന്ന ഈഴവർ ഇത് സ്വീകരിക്കുകയില്ല. ഇടതുപക്ഷത്ത് നിൽക്കുന്ന മതനിരപേക്ഷ നായർ സമൂഹത്തിൽ, സവർണ സമൂഹത്തിൽപ്പെട്ടവർ ഇതിൽ ആലോചിക്കപ്പെടും. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ട കച്ചവടമാവുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്, ഇത് നിർത്തിയില്ലെങ്കിൽ. പക്ഷെ അത് മുഴുവനും അധികാരത്തിന് വേണ്ടി നാളെ ഇലക്ഷന് കുറച്ച് വോട്ടുകൾ അദ്ദേഹം കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചല്ല, അത് വളരെ ജീവൻ മരണ പ്രശ്നമാണ്. ചെറിയാൻ ഈ കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ തോൽക്കുക എന്നത് ഇന്ത്യൻ ഭൂപടത്തിൽ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് CPM തുടച്ചു മാറ്റുന്നതിന് സമാനമാണ്. അത് ജീവൻ മരണ പ്രശ്നമാണ്. അത് ഞാനും പങ്കിടുന്നതാണ്. CPM ഇല്ലാത്തൊരു കേരളം എനിക്ക് സങ്കല്പിക്കാൻ കഴിയുകയില്ല. പക്ഷെ CPM അധികാരത്തിലില്ലാത്തൊരു കേരളം എനിക്ക് സങ്കല്പിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിൽക്കുന്ന ഒരു CPM, കമ്മ്യൂണിസ്റ്റ് ഒരു സമരോന്മുഖമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി കേരളത്തിൽ നിന്നാൽ BJP-ക്ക് ഒരു തടയാണ്. എന്നാൽ ഇവർക്ക് വേണ്ടത് ഏത് നിലയ്ക്കും അധികാരത്തിൽ വരുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. അത് ബലത്തിൽ RSS-നെ സഹായിക്കുകയേ ഉള്ളൂ. ഒരു പ്രതിപക്ഷ സമരോത്സുക CPM, മതനിരപേക്ഷ CPM RSS-ന്റെ കേന്ദ്രത്തിനുള്ള വലിയ ഒരു തടയാണ്. അതിന് തയ്യാറാണ്. എന്നാൽ അധികാരത്തിൽ എങ്ങനെയും കയറി പിന്നെ BJP-യെ എതിർക്കുമെന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. PM ശ്രീയും എങ്ങനെയാണ് അധികാരത്തിൽ വന്നാൽ ഭരണവും സമരവും തുടരുക എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ കൃത്യമായ രാഷ്ട്രീയ സൈദ്ധാന്തിക നിലപാടുകൾ, മൂല്യാധിഷ്ഠിതമായ നൈതികമായ നിലപാട് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും സുഹൃത്തുക്കളും എടുക്കേണ്ട നിർണായക സമയമാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് അങ്ങനെ നമുക്ക് ഉപസംഹരിക്കാം. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.